ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ നിധിയുടെ സർട്ടിഫിക്കറ്റ് 2 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നതാണ് അവിടുന്ന് ആ മേഡം പറഞ്ഞത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ നിധി നിൽക്കുന്നത്. പക്ഷെ ആ കല്യാണത്തിൻ്റെ കാര്യം ആ മേഡത്തിനോട് സംസാരിച്ചത് നിധിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ആ അമ്മ പോയതിന് ശേഷം സുധീഷിനോട് കാര്യം ചോദിക്കുന്നുണ്ട്. ഈ നാട് മൊത്തം എൻ്റെ കല്യാണക്കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്തിനാണ് അവരോടൊക്കെ ഇത് പറയാൻ പോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷാണ് പറയുന്നുണ്ട്, അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. എന്തായാലും നീ ഈ വർഷമല്ലേ നീ പാസ് ഔട്ട് ആയത്, അപ്പോൾ സർട്ടിഫിക്കറ്റ് പോയതിന് തക്കതായ എന്തെങ്കിലും കാരണം പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞതല്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ആ മേഡം ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ശരിയാക്കി തന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിധിക്കും ഒരു പാവം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി ചിരിക്കുന്നുണ്ട്. ഓ, ആദ്യമായിട്ടാണ് നീ ഇങ്ങനെ ചിരിച്ച് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ്, ഒരുപാട് നന്ദി എന്നൊക്കെ നിധി പറയുന്നുണ്ട്. പക്ഷെ അവന് ആ സമയത്ത് ആ മേഡത്തിനോട് ചിരിച്ച് സംസാരിച്ചത് നിധിയുടെ മുന്നിൽ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ, അതുപോലെ തന്നെ നിധിക്കൊരു പൊസസീവ്നെസ് ഉണ്ടായിക്കോട്ടെ അത് കാണാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ നിധി പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല. പക്ഷെ അന്നേരം നിധി മനസ്സിൽ വിചാരിച്ചിരുന്നു, ഇയാളെന്ത് ഇത്ര പഞ്ചാരടിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സുധീഷിൻ്റെ അടുത്ത് അത് തുറന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സുധീഷ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ചോദിച്ചു, നിനക്ക് ഞാൻ അങ്ങനെ ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഒരു പൊസസീവ്നെസ്സും ഇല്ലേ, ഞാൻ മറ്റു സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ നിനക്കൊരു ദേഷ്യവും തോന്നാറില്ലേ? അപ്പോൾ നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റു സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തിനു പൊസസീവ്നെസ് ഉണ്ടാവണം, എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൂടെ തന്നെ നിധി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഒരു യൂണിവേഴ്സിറ്റി അല്ലേ ഇത്, ഷർട്ടിൻ്റെ ബട്ടൺസും അയച്ചിട്ട് ബനിയനും കാണിച്ച് കോളറും പൊന്തിച്ച് ഗുണ്ടകളെ പോലെ നടക്കുന്നത്, നിങ്ങൾക്ക് എന്താ നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യം നമ്മളെ സുധീഷിന് എന്തോ പോലെ ആയി തോന്നുമെങ്കിലും പിന്നെ സുധീഷ് ചിന്തിക്കും, അപ്പോൾ പൊസസീവ്നെസ് പറയാതെ കാണിക്കുകയായിരിക്കില്ലേ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ നേരെ കാറിൽ പോയി ഇരിക്കുന്നുണ്ട്. അവിടുന്ന് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിധിയുടെ അടുത്ത് ഇങ്ങനെ സുധീഷ് പറയാണ്, ഞാൻ ഇത്രയൊക്കെ സഹായം ചെയ്തു തന്നിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ, നിനക്ക് ഒരു ട്രീറ്റ് ഒക്കെ തരാട്ടോ, എനിക്കൊരു ട്രീറ്റ് ഒക്കെ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ട്രീറ്റ് തരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ സുധീഷിനെ കൊണ്ട് കാറൊക്കെ നിർത്തിപ്പിച്ചിട്ട് നിധി പോയിട്ട് ഒരു സാധനം മേടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ വെച്ചിട്ടാണ് വരുന്നത്, ഒരു സർപ്രൈസ് പോലെ. എന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് കൊടുക്കുന്നത് 2 കോൺ ഐസ്ക്രീമാണ്. കണ്ടപ്പോൾ സുധീഷിന് ആകെ ചടച്ച്, കാരണം സുധീഷ് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ് തരുമെന്ന് വിചാരിച്ചു. അപ്പം പറയുന്നുണ്ട്, ഞാൻ കുറച്ചും കൂടി ക്ലാസി ആയിട്ടുള്ള ട്രീറ്റാണ് ഉദ്ദേശിച്ചത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് യൂണിവേഴ്സിറ്റി വരെ വന്ന് ആ മേഡത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരു 40 രൂപയുടെ കോൺ ഐസ്ക്രീമിൽ ഒതുക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, തൽക്കാലം ഇത് പിടിക്കി, ട്രീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നി, അതാ ഇപ്പോൾ ഇത് തന്നതെന്ന് പറയുന്നുണ്ട്. വീണ്ടും അവനിങ്ങനെ അവൻ്റെ ഓരോ കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നിധിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, ഞാൻ ജോലിയൊക്കെ കിട്ടട്ടെ, എന്നിട്ട് ഫസ്റ്റ് സാലറിയിൽ നിന്ന് നല്ലൊരു ട്രീറ്റ് തരുന്നുണ്ട്, ഫാമിലി ആയിട്ട് നമുക്ക് സുഭാഷ് ചേട്ടനായിട്ട് അതുപോലെ തന്നെ ഹരീഷും നികേഷും അവിടുത്തെ അച്ഛനും എല്ലാവരും കൂടി നമുക്കൊന്ന് പുറത്ത് പോകണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്തിനാ എല്ലാവരും കൂട്ടി പോകുന്നത്, നമുക്ക് 2 പേർക്ക് മാത്രം പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിധി പറയും, വേണ്ട, ഫാമിലി ആയിട്ട് പോയാൽ മതി എന്ന് പറയും. ആ, നമ്മളെ ഫാമിലി ആയിട്ടല്ലേ? അപ്പം നിധി പറയും, നമ്മളെ ഫാമിലി അല്ല, നിങ്ങളെ ഫാമിലിയുടെ കൂടെ ഞാൻ വരുന്നേ ഉള്ളൂ, കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും പറഞ്ഞു വരത്തണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷാണെങ്കിൽ കുറച്ച് സന്തോഷിച്ചു. നിധി ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അവളും കൂടി അതിലേക്ക് ജോയിൻ്റ് ആയിട്ട് നമ്മുടെ ഫാമിലി എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്ന് വിചാരിച്ചു. കാര്യം അവൾക്ക് മനസ്സിലായത് കൊണ്ട് അവൾ പറഞ്ഞ്, ഇത്രയൊന്നും സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കേണ്ട, എന്തൊക്കെയോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, രാവിലെ മുതൽ തന്നെ പൊസസീവ്നെസ്സിൻ്റെ കാര്യം പറയുന്നു, ഇപ്പോൾ നമ്മുടെ ഫാമിലി എന്നൊക്കെ പറയുന്നത് എന്താ, നിങ്ങൾ അങ്ങനെയൊന്നും വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട, ഇങ്ങനത്തെ കാര്യമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷ് കുറച്ച് ഹൈപ്പ് ലെവലിലൊക്കെ ആഗ്രഹിച്ച് വന്നതായിരുന്നു, അപ്പോഴേക്കും നിധി പിടിച്ച് താഴ്ത്തിട്ട പോലെ ആയിട്ടോ. അപ്പോൾ കാര്യം എന്താ, എവിടെയും നിധി അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല, നിധിക്ക് സുധീഷിനെ ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി തോന്നുന്ന രീതിയിൽ നിധി അങ്ങനെ ഹിൻ്റ് ഒന്നും തരുന്നില്ല. വീണ്ടും സുധീഷ് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്, കോളേജിൽ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് അയച്ചിട്ട കാര്യം, ഇയാൾക്ക് ഞാൻ ബട്ടൺസ് അയച്ചിട്ടാലും ഇല്ലെങ്കിലും എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിൽ അത് ആലോചിക്കുന്നുണ്ട് കേട്ടോ, കോളേജിൽ നിന്ന് നിധി പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത്, അതിൻ്റെ കാരണം നിങ്ങൾ എൻ്റെ കൂടെയല്ലേ വരുന്നത്, എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്, അപ്പോൾ അത് പോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ സ്ത്രീകളുടെ മുന്നിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ സുധീഷ് എങ്ങനെയാണോ നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ നിധി അനുകരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷവും. സുധീഷ് പറയും, ഓ, ഞാൻ നടക്കുന്നത് എന്നേക്കാൾ കൂടുതൽ ഇയാൾക്ക് നന്നായിട്ട് അറിയാലോ, അപ്പോൾ ഇയാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധിയുടെ അപ്പോഴത്തെ ആ ഒരു
ക്യാരക്ടറൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവൾ സുധീഷിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതും അവർ തമ്മിൽ ഐസ്ക്രീം പരസ്പരം കൈമാറുന്നതും കഴിക്കുന്നതും എല്ലാം അടിപൊളി ഒരു സീൻ തന്നെയായിരുന്നു അത്. ആ സമയത്ത് നിധിയാണെങ്കിലും മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, ഇയാൾ ഇത്രയും സന്തോഷിച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. കാരണം അവളുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷപ്പെട്ടൊരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അവളത് പറയുന്നുണ്ട്. എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിരുന്നു ഇത്രയും കാലം, ഒന്നും നടക്കുന്നില്ല, ആധാർ കാർഡ് കിട്ടുന്നില്ല, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം സുധീഷ് ചെയ്തു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സന്തോഷം നമ്മളെ നിധിയുടെ മുഖത്തും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിധി ഇപ്പോൾ സുധീഷ് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ക്യാരക്ടർ കുറച്ച് സമയമാണെങ്കിലും അങ്ങനെ ആയിട്ടുണ്ട്. എന്തായാലും അവൾ ആഗ്രഹിച്ച കാര്യമല്ലേ, അപ്പം അത് നടന്നത് സുധീഷ് കാരണമായതുകൊണ്ടാണ്. സുധീഷിൻ്റെ അടുത്ത് അവൾ അത്രയും സന്തോഷം എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും സുധീഷിനെ സംബന്ധിച്ച് സുധീഷ് ആഗ്രഹിച്ചിരുന്ന ഒരു നിധി ഇതുപോലെയാണ്. പക്ഷെ എന്തായാലും നിധി എപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല. മറ്റെല്ലാവരോടും സോഫ്റ്റ് ആയാലും പക്ഷേ നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് എപ്പോഴും കുറച്ച് റോങ് ആയിട്ട് തന്നെയാണ് അവൾ നിൽക്കാറ്. പക്ഷെ ഇന്നാണ് നിധി ആദ്യമായിട്ട് ഇത്രയും സന്തോഷത്തോടു കൂടിയും സുധീഷിൻ്റെ അടുത്ത് സംസാരിച്ചത്. അത് സുധീഷിനും ഭയങ്കര രീതിയിൽ സന്തോഷം ഉണ്ടാക്കി. എന്തായാലും അവർ നല്ല രീതിയിൽ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല സന്തോഷങ്ങൾ മാത്രം പങ്കുവെച്ചിട്ട് കളിച്ചിരികളും തമാശകളും ഒക്കെ പറയുന്നുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ ഇട്ടിട്ടാട്ടോ ഈ ഒരു എപ്പിസോഡ് മൂവ് ചെയ്തത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായ സ്ഥിതിക്ക് നിധിക്ക് കുറച്ചെങ്കിലും സമാധാനം സന്തോഷം ഇനി അങ്ങോട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും നമ്മുടെ സുധീഷിനോട് ഇനി കുറച്ച് സോഫ്റ്റ് ആയിട്ട് പെരുമാറിയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടിരിക്കാൻ രസമുണ്ടായിരിക്കും അല്ലേ. സുധീഷും നിധി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ ഹാപ്പി ഫേസ് ആയിട്ട് സ്ക്രീനിൽ കാണാറില്ല. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.